വൈറ്റ് പേപ്പറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇവല്യൂഷൻ ഓഫ് ലോ ഇൻ കേരള. കേരളത്തിൽ എങ്ങനെയാണ് ലോ വന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഓരോന്നോരോന്നായിട്ട് നോക്കാം. When Kerala state was newly organized in 1956, two different cooperative laws were in operation. എന്താ പറയുന്നത്? കേരള സ്റ്റേറ്റ് 1956-ലല്ലേ വന്നേ. ആ ഓർഗനൈസ് ചെയ്ത ടൈമില് അവിടെ രണ്ട് ഡിഫറെന്റ് ലോസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951 ഒന്നാമത്തത്. എന്താ പറഞ്ഞ? ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951 മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ഇൻ ദ മലബാർ ഏരിയ. മലബാർ ഏരിയയിൽ ഉണ്ടായിരുന്നത് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ആയിരുന്നു. പിന്നെ ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അങ്ങനെ രണ്ട് ആക്ടുകളായിരുന്നു ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നത്. The Kerala state came into existence on 1st November 1956. അല്ലെ? കേരള സ്റ്റേറ്റ് എന്നാണ് വന്നത്, ഫോം ചെയ്തത് 1st November 1956-ലാണ് അല്ലെ. After the reorganization of state on linguistic basis. എന്താ പറയുന്നത്? എങ്ങനെയാണ് സ്റ്റേറ്റ് റീഓർഗനൈസ് ചെയ്തത്? 1st നവംബറിൽ വന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ട്, ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് അല്ലെ, ലിംഗ്വിസ്റ്റിക് ബേസിസ് എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഇനി സബ്സിക്വന്റ്ലി കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 15th May 1959. എന്താ പറയുന്നത്? അതിനുശേഷം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നു. എപ്പോഴാണത്? 15th മെയ്യിലാണ് കേട്ടോ. മെയ് 15th 1959. മെയ് 15 1969 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത്. ഓക്കെ. അപ്പൊ കേരള സ്റ്റേറ്റ് ഓർഗനൈസ് ചെയ്ത ടൈമില് രണ്ട് ലോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏതൊക്കെയാ അത്? ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951 മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ആണ് മലബാർ ഏരിയയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ രണ്ട് ലോ ട്ടോ. ലിംഗ്വിസ്റ്റിക് ബേസിസിലാണ് കേരള സ്റ്റേറ്റ് ഫോം ചെയ്തത്. ഓക്കെ. ഇനി അടുത്ത എന്താന്ന് നോക്കാം. ഇനി കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള. So, cooperative movement in Kerala started even before the formation of Kerala state. എന്താ പറയുന്നത്? കേരള സ്റ്റേറ്റ് ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ആ ടൈമില് ഇവിടെ 3 ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കൊച്ചിനില് ഉണ്ടായിരുന്നത് കൊച്ചിൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കൊച്ചിൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 ട്രാവൻകൂർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 പിന്നെ മദ്രാസ് സ്റ്റേറ്റില് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നുള്ള ആക്ട്. അങ്ങനെ 3 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഏതൊക്കെയത്? കേരള സ്റ്റേറ്റ് ഫോം ചെയ്തപ്പോൾ തന്നെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഉണ്ടായിരുന്ന കൊച്ചിൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് ഒന്നാമത്തെ ആക്ട്. കേരള ഫോം ചെയ്യുന്ന ടൈമില് അതിന് മുമ്പേ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ആ ഒരു മുമ്പേ ഉള്ള ആക്ടുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ട്രാവൻകൂർ ആണ് 1914-ലെ ട്രാവൻകൂർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, മദ്രാസ് സ്റ്റേറ്റിലെ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഓക്കെ. ഇനി ആക്ട് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം. ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ? എ ബിൽ വിച്ച് വാസ് പാസ്ഡ് ത്രൂ the various legislative steps required for it and which has become law. എന്താ പറയുന്നത്? ഒരു ബില്ല് വേരിയസ് നിയമപരമായിട്ടുള്ള പല പല സ്റ്റെപ്പുകളിലൂടെ കടന്നു പോയിട്ട് ഉണ്ടാവുന്നതാണ് ഒരു നിയമം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ആക്ട് എന്ന് പറയാം അല്ലെ. പാസ്ഡ് ത്രൂ ദ വേരിയസ് ലെജിസ്ലേറ്റീവ് സ്റ്റെപ്സ്. ചിലപ്പോൾ ഇത് ഡാഷ് ഒക്കെ ഇട്ട് ചോദിക്കാം. ഇപ്പം എ ബിൽ വിച്ച് വാസ് പാസ്ഡ് ത്രൂ വേരിയസ് ലെജിസ്ലേറ്റീവ് സ്റ്റെപ്സ് required for it and which was become law എന്നുള്ളത് എന്താണ് എന്ന് ചോദിക്കാം. അപ്പൊ എന്ത് കൊടുക്കണം? ആക്ട് ആണ് കേട്ടോ അത്. ഓക്കെ. ഇനി നമുക്ക് ഓരോ ആക്ടുകളും എടുത്തു നോക്കാം. ആദ്യം തന്നെ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 കുറിച്ചാണ് പറയുന്നത് കേട്ടോ. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 എന്താ പറയുന്നത്? കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ കൊച്ചിൻ 1911 അല്ലെ. 1911 കോപ്പറേറ്റീവ് മൂവ്മെന്റ് എവിടെ സ്റ്റാർട്ട് ചെയ്തത്? കൊച്ചിനിൽ സ്റ്റാർട്ട് ചെയ്ത 1911 കേട്ടോ.
കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് enacted in 1913. 1913 എന്ത് ചെയ്തേ? ആക്ട് എനാക്ട് ചെയ്യപ്പെട്ടത്. പക്ഷെ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് 1911 തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എവിടെയാ വരുന്നത്? ഏരിയ ഓഫ് ഓപ്പറേഷൻ ലിമിറ്റഡ് ടു കൊച്ചിൻ സ്റ്റേറ്റ്. കൊച്ചിൻ സ്റ്റേറ്റിലാണ് ഇതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 വാസ് പാസ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദിവാൻ AR ബാനർജി. എന്താ പറയുന്നത്? ഈ ആക്ട് പാസ് ചെയ്ത ടൈമില് അവിടുത്തെ ലീഡർഷിപ്പ് ആരുടെ കയ്യിലായിരുന്നു? ദിവാൻ ശ്രീ AR ബാനർജിന്റെ കയ്യിലായിരുന്നു കേട്ടോ. AR ബാനർജി. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി C രാജഗോപാലാചാരി who was the Diwan of Cochin State took initiative for the enactment of Cochin Cooperative Societies Act 1913 in Cochin area. എന്താ പറയുന്നത്? C ഗോപാലാചാരി ആയിരുന്നു എന്ത്? കൊച്ചിൻ സ്റ്റേറ്റിന്റെ ദിവാൻ ആയിരുന്നത്. അദ്ദേഹമാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരാനുള്ള ഇനീഷ്യേറ്റീവ് എടുത്തിരുന്നത്. C രാജഗോപാലാചാരിയാണ്. പക്ഷെ 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്ന സമയത്ത് അവിടുത്തെ ലീഡർഷിപ്പ് ആരുടെ കയ്യിലായിരുന്നു? AR ബാനർജിന്റെ കയ്യിലായിരുന്നു കേട്ടോ. ഇനീഷ്യേറ്റീവ് എടുത്തത് C രാജഗോപാലാചാരിയും ലീഡർഷിപ്പ് ശ്രീ AR ബാനർജിയുടെ കയ്യിലുമായിരുന്നു. ഓക്കെ, ഈ C രാജഗോപാലാചാരി എന്ന് പറയുന്ന അദ്ദേഹം he was a former registrar of cooperatives in Madras province. മദ്രാസ് പ്രൊവിൻസിലെ മുൻപത്തെ രജിസ്ട്രാർ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർമർ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് ഇൻ മദ്രാസ് പ്രൊവിൻസ്. ഇനി ആക്ട് ഫോർമുലേറ്റഡ് ബൈ C രാജഗോപാലാചാരി. അപ്പൊ ഈ ആക്ട് കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ, ഫോർമുലേറ്റ് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയണം? C രാജഗോപാലാചാരി എന്നുള്ള പേര് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? 1911 കോപ്പറേറ്റീവ് മൂവ്മെന്റ് കൊച്ചിനിൽ സ്റ്റാർട്ട് ചെയ്ത അല്ലെ. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എനാക്ട് ചെയ്തത് എന്നാന്ന് ചോദിച്ചാൽ എന്ത് പറയും? എനാക്ട് ചെയ്തത് 1930 തന്നെയാണ്. ഇനി ഇതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ കൊച്ചിൻ സ്റ്റേറ്റിലാണ് വരുന്നത്. പിന്നെ ഈ ഒരു കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്ന ടൈമില്, പാസ് ചെയ്ത ടൈമില് അവിടുത്തെ ലീഡർഷിപ്പ് ദിവാൻ ശ്രീ AR ബാനർജിയുടെ കയ്യിലായിരുന്നു. പിന്നെ C രാജഗോപാലാചാരിയാണ് ഇതിന് വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ്സ് എല്ലാം എടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ആക്ട് ഫോർമുലേറ്റ് ചെയ്തത് എന്ന് പറയാം. അതുപോലെ ഫോർമർ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ മദ്രാസ്, കോപ്പറേറ്റീവ്സ് ഇൻ മദ്രാസ് പ്രൊവിൻസിലെ രജിസ്ട്രാർ ആയിട്ടും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ആരാണ് അദ്ദേഹം? C രാജഗോപാലാചാരി. ഓക്കെ, അടുത്തത് The Cochin Cooperative Societies Act gave more priority for the cottage industry. ഇതും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്തിനാണ് പ്രയോറിറ്റി കൊടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോട്ടേജ് ഇൻഡസ്ട്രീസിനാണ് കേട്ടോ. ഇനി ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കൊച്ചിൻ സ്റ്റേറ്റ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. ഈ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് എടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്പർ 1 വൈപ്പിൻകര കേട്ടോ. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. എടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്പർ 1 വൈപ്പിൻകര. രജിസ്റ്റർ ചെയ്ത എന്നായിരുന്നു? 16/5/1914 അല്ലെ. 16/5/1913 ആക്ട് ആണ്. 1914 മെയ് മാസം 16 എടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്പർ 1 വൈപ്പിൻകര എന്നുള്ളത് രജിസ്റ്റർ ചെയ്ത കേട്ടോ. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കൊച്ചിൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള. ഇനി ഇറ്റ്സ് പ്രസന്റ് നെയിം ഈസ് എടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കി കേട്ടോ. സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു, അത് എടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി അതിന് ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് കൊടുക്കും? ഇക്കണ്ട വാര്യർ ആണ്. ഇക്കണ്ട വാര്യർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അഡ്വാൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇപ്പം എടവനക്കാടും ഈ അഡ്വാൻസ് സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
ഇവിടെ എന്താ പറയുന്നത്, എടവനക്കാടിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കൊച്ചിൻ സ്റ്റേറ്റ്, കൊച്ചിൻ സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്ത, ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഫസ്റ്റത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി അഡ്വാൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ സൊസൈറ്റി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ചെയ്ത് കൊടുക്കണം. അഡ്വാൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് കൊച്ചിൻ സ്റ്റേറ്റിലല്ല എന്ത് ചെയ്തിരിക്കുന്നത്, ഫോം ചെയ്തിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അഡ്വാൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വന്ന ഇയർ ഡേറ്റ് ഒക്കെ നോക്കി വെക്കാം കേട്ടോ. 19/11/1918, നവംബർ മാസം 19-ന് 1918 തൃശ്ശൂരിലാണ് എന്ത് ചെയ്തത്, കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്, കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടെ നോക്കാം. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് വെച്ചാൽ എന്തിനു പറയണം, കോട്ടേജ് ഇൻഡസ്ട്രീസിനാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കൊച്ചിൻ സ്റ്റേറ്റിൽ വന്ന ഈ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 പ്രകാരം കൊച്ചിൻ സ്റ്റേറ്റിൽ ഫോം ചെയ്ത ആദ്യത്തെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാന്ന് ചോദിച്ചാൽ ഏത് പറയും, എടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്പർ 1 വൈപ്പിൻകര അല്ലെ. പിന്നീട് ഇതിന്റെ പേര് ചേഞ്ച് ചെയ്തു, എടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കി, ബാങ്ക് ലിമിറ്റഡ് നമ്പർ 1 എന്നാക്കി കേട്ടോ. ഫസ്റ്റ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ഇക്കണ്ട വാര്യർ ആയിരുന്നു. പിന്നെ അഡ്വാൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 പ്രകാരം രജിസ്റ്റർ ചെയ്ത ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അഡ്വാൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, ഇനി കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വന്ന ഇയർ ഏതായിരുന്നു, ഡേറ്റ് ഏതാണ്, നവംബർ മാസം 19 കേട്ടോ, 19/11. ഇങ്ങനെ ആലോചിക്കുക, ഇവിടെ 1918 എന്ത് ചെയ്തത്, വന്നത് അല്ലെ, ഇയർ ഓർത്തിരിക്കുക 1918. അപ്പൊ ഈ 18 എന്ന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, 19-ന് 1 കുറച്ചാലാണ് എന്ത് കിട്ടുക, 1918 കിട്ടുക അല്ലെ. അവിടെ നോക്ക്, ഇയർ 19/11/1918 അല്ലേ. അപ്പൊ 19-ന് 11-ന് പകരം എന്ത് ചെയ്യുക, 1 ആണെന്ന് ആലോചിക്കുക. ഓക്കെ, 19 കുറച്ചാൽ 1918 കിട്ടും അല്ലെ. അപ്പൊ 19/11/1918 എന്ത് ചെയ്തത്, കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് തൃശ്ശൂരില് വന്നത്. ഓക്കെ, അടുത്ത എന്താ നോക്കാം. അടുത്തത് കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് വർഷമാണ് വന്നതെന്നാണ് ചോദിക്കുന്നത്. 1930-ലാണ്. ഇതും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 1930-ലാണ് കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത്, മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ സഹകരണ പ്രബോധിനി, ഇതും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള, അതിലുള്ള ഏകദേശം എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സഹകരണ പ്രബോധിനി മന്ത്ലി ജേണൽ ആണ്, ആരുടെ, കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്ന ഇയർ ഏതാന്ന് പറഞ്ഞാൽ 1930 ആണ്. അപ്പം ആ ഒരു 1930-ല് വന്ന കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പബ്ലിഷ് ചെയ്യുന്ന മന്ത്ലി ജേണൽ ആണ് ഏത്, സഹകരണ പ്രബോധിനി. ചിലപ്പം സഹകരണ പ്രബോധിനി തരും, കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആണെന്നൊക്കെ തരും. പക്ഷെ ചോദിക്കുന്നത് മന്ത്ലി ജേണലാണോ ഇയർലി ജേണലാണോ, ഇയർലി ആണോ ക്വാർട്ടർലി ആണോ ജേണൽ എന്ന് ചോദിക്കും. അപ്പൊ എന്താണ്, മന്ത്ലി ജേണൽ ആണ് കേട്ടോ. In this act, amendment made by ദേവദാരി കമ്മിറ്റി. ദേവദാരി കമ്മിറ്റിയാണ് എന്ത് ചെയ്തത്, അമെൻമെന്റ് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി ഫാദർ ഓഫ് കേരള കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത് ആരാണ്, ദേവദാരിയാണ് കേട്ടോ. കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഒക്കെ ഫാദർ എന്നറിയപ്പെടുന്നത് ദേവദാരിയാണ്. പക്ഷെ PSCന്റെ പ്രകാരം ഫാദർ ഓഫ് കേരള കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത് AKG ആണ് കേട്ടോ. AKG ആണ് PSC പ്രകാരം. ഇപ്പം 2 ഓപ്ഷനും കൂടെ തരികയില്ല, ഏതെങ്കിലും ഓരോ ഓപ്ഷനെ തരുള്ളൂ. ഒന്നെങ്കിൽ ദേവദാരി എന്നുള്ള ഓപ്ഷൻസിന്റെ അകത്ത് ദേവദാരി ഉണ്ടാവും, അല്ലെങ്കിൽ AKG ഉണ്ടാവും. AKG ആണുള്ളെങ്കിൽ AKGന് കൊടുക്കുക കേട്ടോ. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യാം, PSCB പ്രകാരമാണ് ദേവദാരിനെ തരുള്ളൂ.
PSC AKG കണ്ടിട്ടുണ്ടെങ്കിൽ AKG കൊടുക്കാം. ഫാദർ ഓഫ് കേരള കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന ദേവദാരി PSC പ്രകാരം AKG. അമെന്റ്മെന്റ് മേഡ് ചെയ്ത ആരായിരുന്നു? ദേവദാരി കേട്ടോ. സഹകരണ പ്രബോധിനി അന്തലി ചാനലാണ് കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. അടുത്തത് രണ്ടാമത്തെ നമ്മൾ കുറെ ആക്ടിന്റെ കാര്യം പറഞ്ഞു. 3 ആക്ടാണ് പറഞ്ഞത് അല്ലെ. കേരള സ്റ്റേറ്റ് ഫോം ചെയ്ത ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന 3 ആക്ടാണ് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913, ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് 1914. അപ്പം ഇതെന്താന്ന് നമുക്ക് നോക്കാം കേട്ടോ. The Travancore province, the cooperative movement started in the year 1914, soon after the passing of Cooperative Societies Act 1914. എന്താ പറഞ്ഞേ? ട്രാവൻകൂർ പ്രൊവിൻസില് കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് 1914. അതേ വർഷം തന്നെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്തതും. 1914 തന്നെയായിരുന്നു. The Travancore Cooperative Societies Act was passed in the year 1914. അത് തന്നെയാ പറയുന്നത്. The first act in Travancore state passed by മൂലം തിരുനാൾ രാമവർമ്മ in 3/3/1914. എന്താ പറയുന്നത്? ട്രാവൻകൂറിലെ ആദ്യത്തെ ആക്ട് പാസ് ചെയ്തത് മൂലം തിരുനാൾ രാമവർമ്മ. ട്രിവാൻഡ്രം എന്നൊക്കെ ഓർക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വർമ്മമാരൊക്കെ ആയിരിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ മൂലം തിരുനാൾ രാമവർമ്മ എന്നുള്ള ആളാണ് മാർച്ച് 3 1914 എന്ത് കൊണ്ടുവന്നത്? ട്രാവൻകൂറില് ആദ്യത്തെ ആക്ട് പാസ്സാക്കിയത്. ഓക്കെ. The bill was passed as an act on 3rd March 1914 when M. Krishnan Nair was the Diwan. ഇപ്പൊ പറഞ്ഞു ആക്ട് എന്ന് പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞേ? ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ബില്ല് പല ലെജിസ്ലേറ്റീവ് സ്റ്റെപ്പുകളിൽ കൂടി കടന്നു പോയിട്ടാണ് എന്തുണ്ടാവുന്നത്? ആക്ട് ഉണ്ടാവുന്നത് അല്ലെ. അപ്പം ഈ ആക്ട് പാസ് ചെയ്ത ടൈം ഏതാന്നാ പറഞ്ഞേ? മാർച്ച് 3 1914. ആ ഒരു ടൈമില് അവിടുത്തെ ദിവാനായിരുന്നത് എം കൃഷ്ണൻ നായർ ആയിരുന്നു. എം കൃഷ്ണൻ നായർ. C. Govindapilla is the first registrar in Travancore state. 1914 അവിടുത്തെ ഫസ്റ്റ് രജിസ്ട്രാർ, ട്രാവൻകൂർ സ്റ്റേറ്റിന്റെ ആദ്യത്തെ രജിസ്ട്രാർ ആയിട്ടുണ്ടായിരുന്നത് സി ഗോവിന്ദപിള്ളയാണ്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. അത് സി ഗോവിന്ദപിള്ള. എം കൃഷ്ണൻ നായർ ദിവാനും സി ഗോവിന്ദപിള്ള രജിസ്ട്രാറുമായിരുന്നു. മൂലം തിരുനാൾ രാമവർമ്മ എന്ത് ചെയ്ത്? ഫസ്റ്റ് ആക്ട് വന്ന ടൈമില് പാസ്സാക്കിയത് മൂലം തിരുനാൾ രാമവർമ്മയായിരുന്നു. ഓക്കെ. ഇനി the first cooperative society registered under the act was the Trivandrum Central Cooperative Bank 1915. എന്താ പറയുന്നത്? ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദ ആക്ട്. ഈ ഒരു ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ട്രാവൻകൂർ എന്താ പറഞ്ഞ പേര് നല്ലോണം നോക്കാം കേട്ടോ. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് ആണ് 1914. ഇപ്പൊ ഇവിടെ പറയുന്നത് the first cooperative societies registered under ആക്ട് വാസ് ദ, ഏതാണ് ആ ആക്ടിന്റെ പേര് പറഞ്ഞപ്പം? ട്രിവാൻഡ്രം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് അല്ലെ. ആക്ട് 1914. അത് പ്രകാരം രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. 1915 ഇത് രജിസ്റ്റർ ചെയ്തത്. ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് കേട്ടോ. ഇനി അത് കറക്റ്റ് ഡേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നവംബർ 23 1915. നവംബർ 23 1915. ഇതെന്നാണ് ഫംഗ്ഷൻ ചെയ്തതെന്ന് വെച്ചാൽ നവംബർ മാസമാണല്ലോ വന്നത്, ലാസ്റ്റിലേക്കല്ലേ. അപ്പം 18/1/1916 സ്റ്റാർട്ടഡ് ഫംഗ്ഷനിങ്. 18/1/1916. In the year 1918, the Act permitted to register cooperative societies with a limited liability. 1916 എന്താണ് ഫംഗ്ഷൻ ചെയ്തത്? ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഫംഗ്ഷൻ ചെയ്തല്ലേ. അപ്പം 1916 ജനുവരി 18. അപ്പൊ അത് കഴിഞ്ഞ് 1918 ഈ ട്രിവാൻഡ്രം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് പ്രകാരം
കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് എന്ത് ചെയ്യാം, ലിമിറ്റഡ് ലയബിലിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി. ഏത് ഇയറിലാണ്? 1918 കേട്ടോ. 1918 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി പെർമിറ്റഡ് ടു രജിസ്റ്റർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഇനി ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വാസ് കൺവേർട്ടഡ് ടു ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ 1943. എന്താ പറയുന്നത്? നമ്മളിവിടെ പഠിച്ചു ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തത് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് 1915 അല്ലെ. ഇതിന്റെ പേര് കൺവേർട്ട് ചെയ്തിട്ട് ട്രിവാൻഡ്രം എന്നുള്ളത് ട്രാവൻകൂർ ആയി. ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് 1943 ആയി. 1943. അത് കഴിഞ്ഞിട്ട് 1954 ദ ബാങ്ക് വാസ് റിനെയിംഡ് ആസ് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് ബാങ്ക് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കി മാറ്റി. 1954 റിനെയിം ചെയ്തിട്ട് കേട്ടോ. അപ്പൊ ഇപ്പം 3 ഇത് പഠിച്ചു. ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നു ആദ്യം 1915. അത് കഴിഞ്ഞിട്ട് അത് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആക്കി 1943. പിന്നെ 1954 പിന്നെ റിനെയിം ചെയ്തു. അത് ട്രാവൻകൂർ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആക്കി. അത് കഴിഞ്ഞിട്ട് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിനെ പിന്നെ റിനെയിം ചെയ്തു. 1956 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയി. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ കേരള ബാങ്ക് എന്നറിയപ്പെടുന്നത് ആദ്യത്തെ അതിന്റെ പേരെന്തായിരുന്നു? ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് 1915 ആണ്. അത് കഴിഞ്ഞിട്ട് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് 1943 ആയി. അത് കഴിഞ്ഞ് ട്രാവൻകൂർ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആയി 1954. പിന്നെ 1956 നവംബർ 1 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയി. നവംബർ 1 1956 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയി അല്ലെ. ഇനി അത് കഴിഞ്ഞ് അതാണ് പിന്നെ എന്തായത് കേരള ബാങ്ക് ആയത്. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. കേരള ബാങ്ക് ആയി. ഇയർ ഏതായിരുന്നു? 2019 നവംബർ 29 കേട്ടോ. 2019. 1956 കഴിഞ്ഞിട്ട് അതിനൊരു മാറ്റം വന്നത് 2019 നവംബർ 29. ഓക്കെ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയ ഇയർ ഏതാണ് പറഞ്ഞേ? 1956 നവംബർ 1. ഓക്കെ. ഇനി ഫസ്റ്റ് താലൂക്ക് ബാങ്ക് അണ്ടർ ദിസ് ആക്ട്. ഈ കേരള ബാങ്കിന്റെ ഈ ഒരു ആക്ട് പ്രകാരം ട്രിവാൻഡ്രം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് പ്രകാരം വന്ന ആദ്യത്തെ താലൂക്ക് ബാങ്ക്, ഫസ്റ്റ് താലൂക്ക് ബാങ്ക് എന്നറിയപ്പെടുന്നത് നാഗർകോയിലാണ് 1923 കേട്ടോ. നാഗർകോയിൽ 1923. ഇയർ ഒന്നും മറന്നു പോകരുത്, പേര് മറന്നു പോകരുത്. ഇതൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി ട്രാവൻകൂർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്ന ഇയർ ഏതാന്ന് വെച്ചാൽ ഏത് പറയും? 1925 ആണ്. 1925 ട്രാവൻകൂർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത് കേട്ടോ. ട്രാവൻകൂർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി ഭൂസ്വത്ത് ജാമ്യ ബാങ്ക് സ്റ്റാർട്ടഡ് ഇൻ ട്രാവൻകൂർ ഏത് ഇയറില്? 1931. 1931 ഭൂസ്വത്ത് ജാമ്യ ബാങ്ക് വന്നു. ഓക്കെ. 1938 എന്ത് വന്നു? ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് വന്നു. ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് വന്ന ഇയർ ഏതാന്ന് വെച്ചാൽ 1938. അത് എന്ത് ചെയ്തു? ലാൻഡ് മോർട്ടഗേജ് ബാങ്ക് ഉണ്ട് 1931. 1931 ലാൻഡ് മോർട്ടഗേജ് ബാങ്കുമായിട്ട് കൂടിച്ചേർന്നിട്ട് അമാൽഗമേറ്റ് ചെയ്തിട്ട് പിന്നെ വന്ന ബാങ്കാണ് കേരള സ്റ്റേറ്റ് സെൻട്രൽ ലാൻഡ് മോർട്ടഗേജ് ബാങ്ക്. ഓക്കെ. എന്താ പറയുന്നത്? കേരള സ്റ്റേറ്റ് സെൻട്രൽ ലാൻഡ് മോർട്ടഗേജ് ബാങ്ക് 1956 ആയി മാറി, അമാൽഗമേറ്റ് ചെയ്തിട്ട് കേട്ടോ. ഈ ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞുതരാം. ട്രാവൻകൂർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഏത് വർഷമാണ്? 1925 ആയിരുന്നു. ഓക്കെ. അതേപോലെ ഭൂസ്വത്ത് ജാമ്യ ബാങ്ക് വന്നത് 1931. ഈ 1931 തന്നെ ഒരു കാര്യം കൂടെ സംഭവിച്ചു. എന്തായിരുന്നത്? ലാൻഡ് മോർട്ടഗേജ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തതും 1931. അപ്പൊ ഈ ലാൻഡ് മോർട്ടഗേജ് ബാങ്കും ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് ഉണ്ട്. ക്രെഡിറ്റ് ബാങ്ക് ഇയർ ഏതാ? 1938 അല്ലെ. അപ്പൊ ഈ ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്കും ലാൻഡ് മോർട്ടഗേജ് ബാങ്ക് 1931 കൂടെ അമാൽഗമേറ്റ് ചെയ്തിട്ട് കേരള സ്റ്റേറ്റ് സെൻട്രൽ ലാൻഡ് മോർട്ടഗേജ് ബാങ്കായി 1956. ഈ ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക്
was registered and started functioning in 1937. 1937ലാണ് ക്രെഡിറ്റ് ബാങ്ക് എന്ത് ചെയ്തത്? സ്റ്റാർട്ടഡ് ഫങ്ഷനിങ്, രജിസ്റ്റേർഡ് ആൻഡ് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ്. ഓക്കെ, 1938ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, പക്ഷെ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിയത് 1937ലാണ് കേട്ടോ. ഇനി Travancore Credit Bank was organized through a special regulation in 1938. 1938ലെ ഒരു സ്പെഷ്യൽ റെഗുലേഷൻ പ്രകാരമാണ് എന്ത് ചെയ്തത്? ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് ഓർഗനൈസ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഓക്കെ, Travancore Credit Bank was organized through a special regulation in 1938. ഇനി ട്രിവാൻഡ്രം കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് ഉണ്ട്, കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ്. അത് വന്ന വർഷം ചോദിക്കാൻ 1949 ആണ് കേട്ടോ, 1949. ഇനി ട്രാവൻകൂർ കോപ്പറേറ്റീവ് ജേണൽ ഉണ്ട്. ട്രാവൻകൂർ കോപ്പറേറ്റീവ് ജേണൽ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആണ് കേട്ടോ. ട്രാവൻകൂർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആണ് എന്ത്? ട്രാവൻകൂർ കോപ്പറേറ്റീവ് ജേണൽ. പിന്നെ അതേപോലെ സഹകരണ പ്രബോധിനി നമ്മൾ പഠിച്ചു, അതെന്തായിരുന്നു? കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആണ്. അതേപോലെ ഇവിടെ ട്രാവൻകൂർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് എന്ത്? ട്രാവൻകൂർ കോപ്പറേറ്റീവ് ജേണൽ. ട്രിവാൻഡ്രം കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്ന ഇയർ ഏതാണ്? കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് 1949. ഓക്കെ, ദേവദാരി കമ്മിറ്റി ഫോർ റീസ്ട്രക്ചറിംഗ് എക്സിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ലോ 1935. 1935 ദേവദാരി കമ്മിറ്റിയാണ് എന്ത് ചെയ്തത്? എക്സിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ലോനെയൊക്കെ റീസ്ട്രക്ചർ ചെയ്തത് അല്ലെ. അപ്പൊ ദേവദാരി ഇസ് ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി അപ്പോയിന്റഡ് ബൈ ട്രാവൻകൂർ സ്റ്റേറ്റ്. ട്രാവൻകൂർ സ്റ്റേറ്റ് ആണ് അപ്പോയിന്റ് ചെയ്ത ചെയർമാൻ ആണ് കമ്മിറ്റിയുടെ കേട്ടോ. അപ്പം ടു സ്റ്റഡി ആൻഡ് റിപ്പോർട്ട് ഓൺ ദ റീസ്ട്രക്ചറിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ലോ. കോപ്പറേറ്റീവ് ലോ റീസ്ട്രക്ചർ ചെയ്യുന്നതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയൊക്കെ ചെയ്തത് ദേവദാരി കമ്മിറ്റിയാണ് കേട്ടോ. കോപ്പറേറ്റീവ് ലോയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തുകയാണെങ്കിൽ അത് കൂടുതലും ദേവദാരി കമ്മിറ്റി ആയി. 1935 ആണ് റീസ്ട്രക്ചർ ചെയ്ത ഡേറ്റ് കേട്ടോ. അപ്പൊ ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി കുറച്ചും കൂടെ എടുക്കാണ്ട് നമുക്ക് ഇനി മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ കുറിച്ചൊക്കെ പഠിക്കാണ്ട്. അതേപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഫോം ചെയ്യുമ്പം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 എങ്ങനെ വന്നു, ഇതൊക്കെ നമുക്ക് പഠിക്കാണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ് കാണാം. ഓക്കെ, ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ് ഇത്രയും വെച്ചെടുത്തത്. ഓക്കെ, താങ്ക് യു.